ചേലക്കര ചെറങ്കോണത്ത് വീടുകൾ പണിയുന്നതിന് അനുയോജ്യമായ പ്ലോട്ട് വിൽപ്പനയ്ക്ക്. തൃശൂർ ചേലക്കര മെയിൻ റോഡിൽ നിന്നും 1 കിലോമീറ്റർ ദൂരപരിധിയിൽ ചെറങ്കോണം ആലമ്പുഴ റോഡിൽ 12 സെന്റ് പ്ലോട്ടാണ് വിൽപ്പനയ്ക്കുള്ളത്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വെറും 10 കിലോമീറ്റർ ദൂരം. 2 കിലോമീറ്റർ പരിധിയിൽ സ്കൂൾ, അമ്പലം, ക്രിസ്ത്യൻ പള്ളി, മുസ്ലിം പള്ളി. 5 കിലോമീറ്റർ ദൂരത്തിൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ്, ഹോസ്പിറ്റൽ എന്നിവ അവൈലബിൾ ആണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9400070048 9447175048. ആറ്റൂർ ഗ്രാമം ഇപ്പോഴും ആ വലിയ ഞെട്ടലിലാണ്. 3 സഹോദരിമാരുടെ ആത്മഹത്യാ ശ്രമവും വയോധികന്റെ ദാരുണമായ വേർപാടും തന്ന ആഘാതത്തിൽ നിന്നും കരകയറാനാകാതെ വിങ്ങുകയാണ് ഒരു നാട് മുഴുവൻ. ആറ്റൂർ ഗ്രാമം ഇന്നും ആ ഞെട്ടലിൽ നിന്നും മുക്തമായിട്ടില്ല. ഉത്തരം കിട്ടാത്ത ഒരു പിടി ചോദ്യങ്ങൾ ആ കാറ്റിൽ ഇന്നും നൊമ്പരമായി അവശേഷിക്കുന്നു. പ്രിയപ്പെട്ടവരായ 4 മനുഷ്യരുടെ വേർപാടൊരു നാടിനെയാകെ തളർത്തിയിരിക്കുകയാണ്. അവിവാഹിതരായ 3 സഹോദരിമാർ ഒരുമിച്ച് മരണത്തെ പുൽകാൻ തീരുമാനിച്ചതും അതേസമയം തന്നെ മറ്റൊരു വയോധികൻ റെയിൽവേ ട്രാക്കിൽ നിശ്ചലനായി കിടന്നതും വിശ്വസിക്കാനാകാതെ വിങ്ങുകയാണ് മുള്ളൂർക്കര. മണ്ഡലം കുന്നിന് സമീപം താമസിക്കുന്ന പരേതരായ രാമൻ എഴുത്തച്ഛന്റെയും ലക്ഷ്മിയുടെയും മക്കളായ 83 വയസ്സുള്ള ദേവകി, 80 വയസ്സുള്ള ജാനകി, 75 വയസ്സുള്ള സരോജിനി എന്നിവരായിരുന്നു ആ സഹോദരിമാർ. ജീവിതത്തിലുടനീളം താങ്ങും തണലുമായി നിന്നവർ ഒടുവിൽ മരണത്തിലേക്കും ഒരുമിച്ച് നടക്കാൻ തീരുമാനിച്ചതിന്റെ കാരണം തേടുകയാണ് നാട്. വെള്ളിയാഴ്ച രാവിലെ വിഷം കഴിച്ച നിലയിൽ കണ്ടെത്തിയവരെ നാട്ടുകാർ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഇളയ സഹോദരി സരോജിനി യാത്രയായി. ദേവകിയും ജാനകിയും ഇപ്പോഴും ആശുപത്രിയിൽ മരണത്തോട് മല്ലിടുകയാണ്. ഏക്കർ കണക്കിന് സ്ഥലവും വീടും ബാങ്ക് സമ്പാദ്യവുമുള്ള ഇവർ എന്തിനാണ് ഈ കടുംകൈ ചെയ്തതെന്നത് ഇന്നും ദുരൂഹമാണ്. തങ്ങളുടെ സ്വത്തുക്കൾ ദേവസ്വത്തിന് നൽകി കുറച്ചുകാലം ഗുരുവായൂരിൽ കഴിഞ്ഞ ശേഷം നാട്ടിലെത്തിയ ഇവർക്ക് ആധാരം തിരികെ ലഭിക്കാനുള്ള നിയമ നടപടികൾ പഞ്ചായത്ത് പ്രസിഡന്റ് NS വർഗീസിന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കവെയാണ് ഈ ദുരന്തം സംഭവിച്ചത്. ഈ വാർത്തയുടെ ഞെട്ടൽ മാറും മുൻപേയാണ് ആറ്റൂർ വണ്ടിപ്പറമ്പിലെ ഉസ്മാന്റെ മരണവാർത്തയും നാടിനെ തേടിയെത്തിയത്. വർഷങ്ങളോളം പ്രവാസിയായിരുന്നിട്ടും ഒന്നും സമ്പാദിക്കാനാകാതെ മടങ്ങിയെത്തിയ ഉസ്മാൻ നാട്ടിൽ പെയിന്റിംഗ് പണി ചെയ്താണ് ലളിതമായി ജീവിച്ചിരുന്നത്. ആരോടും പരിഭവമില്ലാത്ത ആ മനുഷ്യനെ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആറ്റൂരിന്റെ നൊമ്പരമായി. പരസ്പര ബന്ധമില്ലാത്തതെങ്കിലും ഒരു നാടിനെ കണ്ണീരിലാഴ്ത്തിയ ഈ മരണങ്ങളുടെ ചുരുളഴിക്കാൻ വടക്കാഞ്ചേരി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. എങ്കിലും തങ്ങൾക്കിടയിൽ ജീവിച്ചിരുന്നവരുടെ ഈ അപ്രതീക്ഷിത വിയോഗത്തിൽ നിന്നും ആറ്റൂർ ഗ്രാമം ഇപ്പോഴും മുക്തമായിട്ടില്ല. അതിനെപ്പറ്റി പറയാന്ന് വെച്ചാൽ അവര് വയസ്സായ 3 പേരാണ് ഇവിടെ താമസിക്കുന്നത്. അവർ കുറച്ചു കാലം ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കീഴിൽ താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഒരു 5-6 മാസമായിട്ട് ഇപ്പോൾ തിരിച്ചിങ്ങോട്ട് തന്നെ വന്നു. അപ്പോൾ അവർ കുഴപ്പമില്ല, അവർക്ക് അസുഖബാധിതരാണ്. പിന്നെ ഇപ്പോൾ ഇത്രയും ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് അവിടെ അന്വേഷിക്കാറോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഈ പറമ്പിൽ വരുമ്പോൾ അധികം നടക്കണതാണ്, അങ്ങനെയുള്ള ഇത് മാത്രമേ ഉള്ളൂ. കൂടുതൽ കോണ്ടാക്റ്റൊന്നുമില്ല. പിന്നെ ഇന്നിപ്പോൾ കാലത്ത് ഞാൻ അതേപോലെ നനയ്ക്കാൻ വന്ന സമയത്താണ് ഇവിടെ ഇങ്ങനെ അന്വേഷിച്ച് ഇവിടെ വീട് വാതിൽ തുറന്നിട്ടില്ല, ഗേറ്റ് പുറത്തുനിന്ന് പൂട്ടിയിട്ടതായിട്ട് കാണാനുണ്ട്, കോളിംഗ് ബെല്ല് അടിച്ചിട്ട് എടുക്കണില്ല, ഫോൺ ചെയ്തപ്പോൾ എടുക്കണില്ല എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിച്ചായിരുന്നു. പിന്നെ വാർഡ് മെമ്പറെ വിളിച്ചു, അവർ വന്ന് പോലീസിൽ വിവരം അറിയിച്ചു, പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ വിവരം അറിയിച്ചു. അവരൊക്കെ വന്നതിന് ശേഷമാണ് വാതിൽ തുറന്നിട്ട് ഇങ്ങനെ ഈ സംഭവം അറിയണത്. അപ്പോൾ അവർക്ക് അതിൻ്റെ പ്രത്യേകിച്ച് ഒരു കാരണങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ അവർ ഒറ്റപ്പെട്ടൊരു ഇതായി വയസ്സായി അതിൻ്റേതായ ബുദ്ധിമുട്ടാണോ എന്താണെന്നറിയില്ല. ന്യൂസ് ഡെസ്ക് CCV.